സംബന്ധിച്ച് എം വി ഗോവിന്ദൻ ഒരു പരാമർശം നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധിയുടെ വരവ് മാർക്സിസത്തിന്റെ പ്രസക്തി കൂട്ടിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. യുടെ വരവോടെ 60% തൊഴിലും ഇല്ലാതാകും. അതോടെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിക്കും. വാങ്ങൽ ശേഷി ഇല്ലാതാകും. മൂത്താൽ സോഷ്യലിസത്തിലേക്കുള്ള യാത്രയാണ് പിന്നെ എന്നുമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. 60% മനുഷ്യന്റെ അധ്വാന ശേഷിയെ പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യും. അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. മാർക്സ് മൂലധനത്തെ പറ്റി പറഞ്ഞത് എന്താ പറഞ്ഞാൽ സമ്പത്ത് ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കും, മറുഭാഗത്ത് എന്തില്ല, അത് വാങ്ങാനുള്ള ശേഷി ഇല്ലാതിരിക്കും. അന്നത്തെ ശേഷി വെച്ചിട്ട് മിച്ചമൂല്യത്തെ പറ്റിയെല്ലാം പറഞ്ഞത് ഓരോരോ ഉദാഹരണം വെച്ചിട്ടാണ്. ആ ഉദാഹരണത്തിനൊന്നും ഇപ്പോൾ കാര്യമില്ല. പക്ഷെ മാർക്സും പറഞ്ഞത് വളരെ ശരിയാണ്. ഇതിന്റെ എല്ലാം ഉടമയാരാ? മുതലാളിത്താണ്. അവന്റെ കയ്യിലാണ് ഈ സമ്പത്ത് മുഴുവൻ കുമിഞ്ഞുകൂടി എത്തുന്നത്. തൊഴിലാളി കയ്യിലൊന്നില്ല, വാങ്ങാൻ കഴിയില്ല. പിന്നെ ഇവനുണ്ടാക്കിയ ഈ സ്വത്ത് എന്ത് ചെയ്യും? ഏത് കമ്പോളത്തിൽ വിൽക്കും? ആര് വാങ്ങും? അപ്പോൾ പ്രതിസന്ധി രൂക്ഷാവും. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ളതല്ല, സമ്പന്നനും അതിസമ്പന്നനായിട്ടുള്ള ഈ വിഭാഗവും ഈ പറയുന്ന പാവപ്പെട്ടവർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം കൂടും നിലവിലുള്ള ഭൗതിക സാഹചര്യത്തിൽ മൗലികമായ മാറ്റം, സമ്പത്തിന്റെ വിഭജനത്തിന്റെ ഭാഗമായിട്ട് വരിക. അതെന്താ? ആ വിപ്ലവത്തിന്റെ പേരെന്താ? അതാണ് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ അടിസ്ഥാനം. അപ്പോ മൂത്താൽ ഉണ്ടാവാൻ സാധ്യതകളെന്ന സോഷ്യലിസത്തിലേക്കുള്ള യാത്രയാണ്. ഒരു സംശയവും വേണ്ട.